നമസ്കാരം. അങ്ങനെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്നു. ടൂറിസത്തിന്റെ കൂടി ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന്റെ സാധ്യതകൾ അപാരമാണ്. പക്ഷേ അതൊന്നും ഒരിക്കലും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ഇന്നേ വരെ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിക്കും ആയിട്ടില്ല. പക്ഷേ ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ നമ്മുടെ പ്രിയപ്പെട്ട PM മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതായത് ടൂറിസം വകുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ് റിയാസ് ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഹെലി ടൂറിസം, പിന്നെ എന്താ പറയാ, കാരവൻ ടൂറിസം, പിന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ, അങ്ങനെ ഒരുപാട് പുതിയ ടൂറിസം മേഖലയെ പരിപുഷ്ടമാക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ റിയാസ് ആവിഷ്കരിക്കുകയുണ്ടായി. റിയാസിന് ഇക്കാര്യത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടൊക്കെ നൽകുന്നത് ഈ മേഖലയിൽ തന്നെയുള്ള ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പോലുള്ള ലോകം മുഴുവൻ കണ്ട അല്ലെങ്കിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച, പ്രത്യേകിച്ച് കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയ സന്തോഷ് ജോർജ് കുളങ്ങര പോലുള്ള ഒരാൾ, പ്രത്യേകിച്ചും ഈ ഫറോക്കിലും, നമ്മുടെ കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശമായ ഫറോക്കില് ഒരു ജല ടൂറിസം മേളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ മുഖ്യാതിഥിയായി കഴിഞ്ഞ 2 വർഷവും പങ്കെടുത്തിരുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയായിരുന്നു. അപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു, ലോകത്തെ മുഴുവൻ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഈ ജലമേള എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇത് ഓരോ പ്രദേശത്തെടുത്ത്, ഇത് കോഴിക്കോടിന് മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാനൊരു കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഓരോ ജില്ല എടുത്താലും അവിടുത്തെ കാടുകളും മലകളും പുഴകളും കോടമഞ്ഞും, ചുരുക്കി പറഞ്ഞാൽ ഈ ഹരിതാപമായ കേരളം മാത്രമല്ല, അതിനങ്ങേപ്പുറം ടൂറിസത്തിനുള്ള അനന്തമായ സാധ്യതകൾ കേരളത്തിലുണ്ട്. അതായത് തീർത്ഥാടന ടൂറിസം, പിൽഗ്രിമേജ് ടൂറിസം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും, പ്രത്യേകിച്ചും ഈ രാമ ജന്മഭൂമിയോ അല്ലെങ്കിൽ രാമക്ഷേത്രവും ഒക്കെ നമ്മൾ അതിൻ്റെ തുടക്കമൊക്കെ ഇട്ട് കഴിഞ്ഞു. ആ അവസരത്തിൽ തന്നെ നരേന്ദ്രമോദി നമ്മുടെ ശ്രീരാമ ക്ഷേത്രത്തിൽ തൃശ്ശൂരിൽ വന്ന് അവിടെ ആ അമ്പലത്തിൽ അദ്ദേഹം വഴിപാട് നടത്തിയിരുന്നു, പൂജ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മുടെ നാലമ്പല ദർശനം, ഇത്തരം കാര്യങ്ങളൊക്കെ ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു തീർത്ഥാടക ടൂറിസത്തിന് ഒരുപാട് സാധ്യതകൾ നമ്മുടെ കേരളത്തിലുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ രംഗമാണ്. നമുക്കറിയാലോ, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് വേറെ കാര്യം, അത് നടക്കട്ടെ. അതല്ലാതെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മുന്നിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ ടൂറിസത്തിന്, ഹെൽത്ത് ടൂറിസത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നമുക്കുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രാവർത്തികമാകണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു സഹകരണം കൂടി വേണം. ഈ നിലയ്ക്കാണ് ഞാൻ കാണുന്നത് സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റതോടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ടൂറിസം മേഖല പരിപോഷിപ്പിക്കപ്പെടാൻ, അല്ലെങ്കിൽ കേരളത്തിന്റെ ടൂറിസം മേഖല മെച്ചപ്പെടാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഒരു വൻ കുതിച്ചു കയറ്റത്തിനുള്ള എല്ലാവിധ സാധ്യതയുമാണ് തുറന്നിട്ടിരിക്കുന്നത്. പക്ഷേ CPM അവർ സാധാരണ പറയാറുള്ളത് മുഖ്യ ശത്രു ഏത് എന്ന് ചോദിച്ചാൽ BJP ആണെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ മുഖ്യ ശത്രു BJP ആണെന്ന് പറയുകയാണെങ്കിൽ കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമുക്കറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഘടക കക്ഷിയായിരുന്ന, അതിന്റെ ഒരു ഭാഗമായിരുന്ന CPM കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് നരേന്ദ്രമോദിയെ ആയിരുന്നില്ല, നമുക്കറിയാം. ആക്രമിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. PV അൻവർ എന്ന് പറയപ്പെടുന്ന CPM-ന്റെ വളരെ പ്രിയപ്പെട്ട MLA രാഹുലിന്റെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിൽ രാഹുലിന്റെ DNA വരെ സംശയിച്ച ആളാണ് നമ്മുടെ CPM-ലെ ഒരു MLA. അപ്പൊ ഇവര് ആക്രമണത്തിന്റെ മുന കൂർപ്പിക്കുന്നത് കോൺഗ്രസിന് നേർക്കാണ്. കാരണം പറഞ്ഞാൽ കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനെ ശത്രുപക്ഷത്ത് നിന്നാൽ മാത്രമേ ഇവിടെ ഒരു ഭരണം കിട്ടുകയുള്ളൂ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സംഗതിയാകെ മാറിയിരിക്കുന്നു. ഈ പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു ദ്വന്ദ്വ രാഷ്ട്രീയ യുദ്ധം അവസാനിക്കുകയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാമതെത്തിയിരിക്കുന്നത്. ഒരു 9 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. ചുരുക്കി പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 20-25 സീറ്റുകൾ BJPക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ്. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല, ഇത്
ഏറ്റവും പ്രഗത്ഭരായ തിരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധർ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ രാഷ്ട്രീയ വിശകലന വിദഗ്ധര്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോപകുമാർ സാർ, ഡോക്ടർ ജി ഗോപകുമാർ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ എന്താ പറയാ, നമ്മുടെ ഈ വോട്ടിംഗ് നില എങ്ങനെയായിരിക്കും എന്നൊക്കെ ഏതാണ്ട് കൃത്യമായി പ്രവചിച്ച ആളാണ് ഗോപകുമാർ സാർ. ഗോപകുമാർ സാറൊക്കെ പറയുന്നത് അതിനു മുമ്പ് തന്നെ മുരളി തുമ്മാരൂടി പറഞ്ഞിരുന്നു. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പ്രദീപ് കുമാർ പറഞ്ഞിരുന്നു. ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് UDF LDF എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ മുന്നണികൾ തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല. അതിൽ മൂന്നാമതൊരു NDA കൂടി, NDA എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിൽ മുന്നിൽ നിൽക്കുന്ന BJP തന്നെയാണ്. അപ്പൊ BJP കൂടി ഇതിൽ പങ്കാളിയാകുകയാണ്. കാരണം ഇപ്രാവശ്യം BJPയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 20% വോട്ടാണ് BJP കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFും മാത്രമല്ല, CPMന് മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസിനോട് മാത്രം എതിരിട്ടാൽ പോരാ, ഇവിടെ CPM ഉണ്ട്. അപ്പൊ ത്രികോണ മത്സരം ശക്തമാകുമ്പോൾ ഇതിൽ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ശശി തരൂർ ജയിച്ചു തിരുവനന്തപുരം മണ്ഡലത്തിൽ. ശശി തരൂർ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ ത്രികോണ മത്സരമായിരുന്നു, ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ജയിക്കാൻ സാധ്യതയുള്ള ഒരു BJP സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് മറ്റേ ക്യാമ്പിൽ നിന്ന് വോട്ട് മറിച്ച് ചെയ്യുക എന്ന് പറഞ്ഞ ക്രോസ് വോട്ടിംഗ് ഉണ്ടല്ലോ. ഇപ്രാവശ്യം ക്രോസ് വോട്ടിംഗ് നടന്നോ എന്നുള്ളതിനെ കുറിച്ചൊന്നും കാര്യമായ ചർച്ചയും നടന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ശശി തരൂരിന് ഒരുപാട് സഖാക്കളുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശശി തരൂർ ജയിച്ചതും അവസാന നിമിഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ പുറന്തള്ളപ്പെട്ടതും. അതേപോലെ ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കില്ലാതെ നമുക്ക് പിന്നീട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇനിയും BJPയെ അങ്ങനെ മുഖ്യ ശത്രുവായി കരുതേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് കഴിയും. സുരേഷ് ഗോപി തൃശ്ശൂരിനെ മാത്രമല്ല, തൃശ്ശൂർ MP ഒക്കെ ആണെന്നുള്ളത് ശരി തന്നെ. ഇപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ എയിംസ് കൊണ്ടുവരാൻ പോകുന്നു, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഈ മെട്രോ തൃശ്ശൂരുമായി ബന്ധിപ്പിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ കേരളത്തിന്റെ മൊത്തം വികസനത്തിൽ സുരേഷ് ഗോപിക്ക് നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന ഈ ടൂറിസം മേഖല തന്നെയാണ്. അപ്പൊ ടൂറിസം മേഖലയിൽ മുഹമ്മദ് റിയാസും സുരേഷ് ഗോപിയും കൈകോർക്കുകയാണെങ്കിൽ, ഞാൻ ഒരു മുന വെച്ചിട്ടുമല്ല പറയുന്നത്, വളരെ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. റിയാസും സുരേഷ് ഗോപിയും തമ്മിൽ എല്ലാവിധ രാഷ്ട്രീയ വിദ്വേഷങ്ങളും മാറ്റിവെച്ച് കൈകോർക്കുകയാണെങ്കിൽ കേരളത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം വളർച്ച നേടിയ ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതിന് നമുക്കറിയാം, ഇതിനുള്ള ആഗ്രഹം പിണറായി വിജയനുണ്ട്, ഇതിനുള്ള ആഗ്രഹം റിയാസിനുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം കേരളീയം എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടി ഇവിടെ നടന്നത്. അപ്പൊ കേരളീയം ഇവിടെ നടക്കാനുണ്ടായ ഒരു കാരണമായി ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളീയം എല്ലാ വർഷവും നടക്കുന്നതാണ് പിണറായി വിജയൻ വരെ പറയുന്നത്. അതായത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ്. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കേരളീയം നടന്നത് ശോഭന ഡാൻസ് കളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ചിത്ര പാടിയത് കൊണ്ടോ ഇവിടേക്ക് വിദേശ ടൂറിസ്റ്റുകളൊന്നും വരില്ല. അപ്പൊ ഇതിന് വേണ്ടത് കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കേണ്ടിയിരുന്നത്. അപ്പൊ കേരളീയം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കൂടി ഒരു സഹകരണത്തോടെ ഒരു പാൻ ഇന്ത്യ ഫെസ്റ്റിവലായിട്ട് കേരളീയത്തെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം, ഈ സുരേഷ് ഗോപിയുടെ സഹകരണം ഉണ്ടെങ്കിൽ. അങ്ങനെ സുരേഷ് ഗോപി ഒരു വലതുപക്ഷപാതിയാണ് എന്നൊക്കെ ശരി തന്നെ. പക്ഷെ കൂറിലോസ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പൊ റിയാസ് ചെയ്യേണ്ടത്, പിണറായി വിജയൻ മനസ്സിൽ കാണേണ്ടത്, ഇനി മുതൽ എന്തെങ്കിലും ഈ ഇടതുപക്ഷ മുന്നണിക്ക് ഇൻഡിക്കേറ്ററെ ഇടത്തോട്ട് ഇടാതെ പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്, ശരി തന്നെ. പക്ഷേ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി വളയ്ക്കുക എന്ന് പറയുമ്പോൾ അപകടം മുന്നിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ സുരേഷ് ഗോപി ഏതായാലും വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് ഓടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ കൂടെ റിയാസിനും വരാം, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് ഓടിക്കാം, അപകടം കുറച്ച് കുറയും. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് കേരളത്തില് ടൂറിസം വികസനത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അതാണ് നമ്മളെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു വലിയൊരു വ്യവസായ ഒരു ബൂം ഒന്നും വരുന്നെന്ന് തോന്നുന്നില്ല, അതൊക്കെ കടലാസിൽ മാത്രമേ ഉള്ളൂ. രാജീവ് അങ്ങനെ പല പൊടിക്കൈകളും പറയും. ഇവിടെ 1 ലക്ഷം സംരംഭകര് വന്നു, 2 ലക്ഷം ഇവിടെ മുതൽ മുടക്ക് വന്നു എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനൊന്നും പോകുന്നില്ല. മറ്റൊന്ന് കൃഷിയാണ്.
കൃഷി നമുക്കറിയാം, കൃഷി വകുപ്പിന്റെ ഇന്നത്തെ പോക്കൊക്കെ ഒന്ന് കണ്ടാൽ കൃഷി വകുപ്പ് ഒന്നും അടുത്ത കാലത്തേക്ക് മെച്ചപ്പെടും പറ്റും തോന്നുന്നില്ല. പക്ഷേ ടൂറിസത്തിൽ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൻ പ്രതീക്ഷയാണ്. മുഹമ്മദ് റിയാസിനെ ഒരു ശക്തി പകരാൻ സുരേഷ് ഗോപി കൂടി ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിന്റെ ടൂറിസം രംഗം ഒരു വൻ കുതിച്ചുകയറ്റം ഉണ്ടാകും. കേരളത്തിന്റെ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി മാത്രമല്ല, ഒരു ഹെൽത്ത് ടൂറിസം എന്നുള്ള രീതിയിൽ, ഒരു പിൽഗ്രിമേജ് ടൂറിസം എന്നുള്ള രീതിയിൽ, തീർത്ഥാടക ടൂറിസം എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നു. ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, ഡീലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഡീലോ അന്തർധാരയോ എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, കുറേ കൂടി നമുക്ക് ഉള്ളിൽ വെച്ച് കളിക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സുതാര്യമായിട്ട് തന്നെ ഈ തമ്മിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് പിണറായി വിജയൻ ഏതായാലും മനസ്സിൽ ആഗ്രഹമുണ്ടാകും. പിണറായി വിജയൻ പുറത്തു പറഞ്ഞില്ലെങ്കിലും പിണറായി വിജയന്റെ മനസ്സിലാണ് ലഡ്ഡു പൊട്ടിയിട്ടുണ്ടാകുക. സുരേഷ് ഗോപി ജയിച്ചപ്പം ആദ്യത്തെ ലഡ്ഡു പൊട്ടിയത് പിണറായിയുടെ മനസ്സിലായിരിക്കും. കാരണം പിണറായിക്ക് അറിയാം, കാരണം അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെയുള്ള സുരേഷ് ഗോപിയുടെ ഒരു ബന്ധം മറ്റാരെക്കാൾ കൂടുതലായിട്ട് പിണറായിക്ക് അറിയാം, പിണറായിയുടെ മരുമോനും അറിയാം. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് റിയാസും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു നല്ല ബന്ധമാണ്, പിണറായി വിജയനും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു നല്ല ബന്ധമാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു നല്ല ബന്ധമാണ്. ഇത്തരത്തിൽപ്പെട്ട വളരെ പോസിറ്റീവായ ഒരു ബന്ധത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തെ രക്ഷപ്പെടുത്താനാണ്. കേരളത്തിന്റെ ടൂറിസം, കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല ഇതിലൂടെ വികസിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനായിട്ട് വരും ദിവസങ്ങൾ ആ ഒരു പ്രതീക്ഷ സഫലമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി താല്പര്യം. എല്ലാവർക്കും നല്ല നമസ്കാരം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.